السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عبد الله بن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن أولى الناس بي يوم القيامة أكثرهم علي صلاة. റവാഹു അത്തുർമിദി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ ലോകത്തിന് ഒരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹത്തിൻ്റെ പേരാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തായിട്ട്, കാരുണ്യമായിട്ടാണ് അദ്ദേഹത്തെ നിയോഗിച്ചത് എന്നും സാധാരണക്കാരായ ഓരോ വിശ്വാസിക്കും അറിയുന്ന ഒരു ഖുർആന്റെ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂറത്തുൽ അംബിയ 21 സൂറത്തിലെ 107 ആയത്ത്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങളെ ഞാൻ ലോകത്തിന് കാരുണ്യമായിട്ടല്ലാതെ അയച്ചിട്ടില്ല. ആ റസൂലിനെ ഒന്ന് കാണാൻ, റസൂലിൻ്റെ ശബ്ദമൊന്ന് കേൾക്കാൻ, വിയർപ്പിൻ്റെ ഗന്ധമറിയാൻ, പ്രവാചകന്റെ അടുത്തിരിക്കാൻ, പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ ഒക്കെ ഭാഗ്യം ലഭിച്ച ആളുകൾക്കാണ് സഹാബത്ത് അൽ കിറാം റളിയല്ലാഹു അൻഹും എന്ന് പറയുന്നത്. എന്നാൽ സാധാരണക്കാരായ നമുക്കും ഒരു ദാഹവും മോഹവും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് കാണാൻ. ഏറ്റവും ചുരുങ്ങിയത് ഹജ്ജിനും ഉംറക്കും ഒക്കെ പോകുന്ന ആളുകൾ മദീനത്തെത്തിയാലുള്ളൊരു മോഹമാണ് അവിടെ ചെല്ലുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തിയാൽ അസ്സലാമു അലൈക്കും എന്ന് പറയുക എന്നതൊക്കെ. റൗള ഷരീഫ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആളുകളുടെ ധാരണ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഖബറയാണ് എന്ന്. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിനും എത്രയോ അപ്പുറമുള്ള ദൂരത്താണ് ഖബറടക്കം ചെയ്യപ്പെട്ട സ്ഥലമുള്ളത്. ഒന്ന് നോക്കാനും കാണാനും ഇന്നത്തെ സാഹചര്യത്തിൽ ഇല്ല. എന്നിരുന്നാൽ പോലും ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ നുരഞ്ഞു പോകുന്ന ഒരു മോഹമായി അത് അവശേഷിക്കുകയാണ്. എത്രയാണ് കൊതിക്കുന്നത്. നമ്മുടെ മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കുമോ? നമുക്ക് കാണാൻ കേൾക്കാൻ ഭാഗ്യമുണ്ടാകുമോ? ഉണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലൈഹി സ്വലാത്തൻ. ഞാനുമായി ഏറ്റവും അടുപ്പമുണ്ടാകുന്നത്, ഏറ്റവും ബന്ധമുണ്ടാകുന്നത്, ഞാനുമായി കാണാൻ ഭാഗ്യമുണ്ടാകുന്ന ആളുകൾ എൻ്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. ഒരു സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഒരു പ്രാവശ്യത്തെ ആ പറച്ചിലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 10 നന്മകൾ നമുക്ക് നൽകുമെന്നാണ്. അപ്പോൾ ഒരു പ്രാവശ്യം, ഒരു ദിവസം 10-ലധികം പ്രാവശ്യം പറഞ്ഞാലോ കാണാൻ കഴിയും, അടുക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പാരത്രികമായ ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ, അദ്ദേഹവുമായി അടുക്കാൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കിട്ടുമെന്നാണ് പറഞ്ഞത്. അത് കുടിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രത്യേകിച്ച് വ്യാഴാഴ്ച രാവിലും ഒക്കെ കൂടുതൽ അധികരിപ്പിക്കുക എന്ന ഹദീസ് കാണാൻ പറ്റും. അള്ളാഹു നമുക്ക് അങ്ങനെ സ്വലാത്തിൻ്റെ ഉടമകളായി മാറി നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അടുക്കാനും ബന്ധപ്പെടാനുമുള്ള തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാവിധ പാകപ്പിഴവുകളും അള്ളാഹു പരിഹരിച്ചു മാപ്പാക്കി മറച്ചുവെച്ച് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമൊക്കെയുള്ള രോഗികൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ നമുക്കൊക്കെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫു സാലിഹുകളും സിദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും
കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.